ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ആദ്യമായിട്ടാണ് ശ്രുതിയോട് അശ്വിൻ സോറി പറയുന്നത്. ശ്രുതിയോടൊന്നും മാത്രമല്ല, എല്ലാവരോടും. ഇതുവരെയും സോറി എന്ന് പറയുന്ന വാക്ക് അശ്വിന്റെ ഡിക്ഷണറിയിലേ ഇല്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ശ്രുതിയോട് സോറി പറഞ്ഞു. ഇത് എന്തെന്നില്ലാത്ത ദേഷ്യമെല്ലാം അശ്വിൻ്റെ കുറഞ്ഞു. അങ്ങനെ അശ്വിനിൽ എന്തൊക്കെയോ ഒരു പ്രത്യേക മാറ്റമുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്രുതി ഭയങ്കര ടെൻഷനിലാണ്. കാരണം എനിക്ക് എന്തൊക്കെ ദഹിക്കാതെ കിടക്കുന്നുണ്ട് എന്ന് പ്രീതിയോട് ശ്രുതി പറയുന്നുണ്ട്. അപ്പം എന്താ സംഭവം, നീ എന്താ തെളിച്ച് പറ എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ എന്നോട് അശ്വിൻ സോറി പറഞ്ഞിരുന്നു, എനിക്കത് ഒട്ടും ദഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളിലും പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നത്. അത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി നേരെ അശ്വിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുവാണ്. എന്നാൽ ഈ സമയത്ത് ശ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്യാമിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലുമാരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അശോകൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, ശ്യാമിനെ പറ്റി കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. കൂടുതലും ശ്യാമിനെ പറ്റിയല്ല, ശ്യാമിൻ്റെ ചുറ്റുപാടും ശ്യാമിൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ കുറിച്ചാണ് അശോകൻ ചോദിച്ചത്. പക്ഷേ അയാൾ വീണ്ടും പറയുന്നുണ്ട്, ശ്യാമ വക്കീൽ നല്ലൊരു വ്യക്തിയാണ്. ഇപ്പോൾ ആരോട് ചോദിച്ചാലും അയാളെക്കുറിച്ച് നല്ലത് മാത്രമേ കേൾക്കത്തുള്ളൂ, അല്ലാതെ ചീത്തയൊന്നും കേൾക്കത്തില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആണ്, നല്ല ഒരാളാണ്, നല്ല സ്വഭാവമാണ്, നല്ല ചുറ്റുപാടാണ് എന്നൊക്കെ അശോകനോട് പറയുന്നുണ്ട്. അപ്പോൾ അശോകൻ വീണ്ടും ചോദിച്ചു, ശ്യാമിൻ്റെ വീട്ടുകാരെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിയാമോ? ശ്യാം നല്ലൊരു കുടുംബത്തിൽ ഉള്ള അംഗമാണ്, നല്ല ഈ വീട്ടുകാരൊക്കെ ഇവിടെ നല്ല അറിയപ്പെടുന്ന ആൾക്കാരാണെന്നും വീട്ടുകാർ ശ്യാമിൻ്റെ വീട് ടൗണിലാണെന്നും നല്ല അറിയപ്പെടുന്ന കുടുംബമാണ് എന്നൊക്കെ അശോകനോട് പറയുന്നുണ്ട്. അങ്ങനെ വക്കീൽ പോയി. പക്ഷെ അശോകന്റെ സംശയം, ഇപ്പോൾ ടൗണിൽ തന്നെ വീടുണ്ട്, ബന്ധുക്കളുണ്ട്, ആൾക്കാരുണ്ട്, പിന്നെ എന്തുകൊണ്ട് ശ്യാം നമ്മളെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് വന്ന് താമസിക്കുന്നു? അതെന്തോ ഒരു കണക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ട് എന്നൊരു സംശയം അശോകന്റെ മനസ്സിലുണ്ട്. അപ്പം എന്തായാലും ഇനി ഒന്നുകൂടി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അശോകൻ പോവാണ്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ നേരെ നമ്മുടെ ആ വക്കീല് ശ്യാമിനോട് കാര്യം പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്യാമിനെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ ശ്യാമിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ അന്വേഷിച്ച് വന്നു എന്നും കേസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ കൂടുതലും വക്കീലിനെ പറ്റിയല്ല, വക്കീലിൻ്റെ ചുറ്റുപാടിനെയും ബന്ധുക്കളെയും ഒക്കെ പറ്റിയാണ് അയാൾ ചോദിച്ചത് എന്ന് വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാം ചോദിക്കുന്നു, അത് ആരാ, പേരാ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അത് അരവിന്ദനെന്നോ അശോകനെന്നോ എന്തോ പേര് പറഞ്ഞു എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ തന്നെ ശ്യാമിന് മനസ്സിലായി അത് ശ്രുതിയുടെ അച്ഛൻ അശോകനാണ് എന്നെക്കുറിച്ച് വന്ന് അന്വേഷിച്ചതെന്ന് ശ്യാമിന് മനസ്സിലായി. അങ്ങനെ ശ്യാമ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ശ്യാം അവിടെ പോയി നോക്കുമ്പോൾ അശോകൻ നടന്ന് ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് ശ്യാം കണ്ടു. അപ്പൊ എന്തായാലും ഇതുവരെ കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എന്താണെന്ന് ഇനി അശോകന്റെ വായടപ്പിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ശരിയാവത്തില്ല. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ വരെ അശോകൻ കണ്ടുപിടിക്കും. പിന്നെ ഞാൻ ഇത്രയും പാടുപെട്ടതെല്ലാം വേസ്റ്റ് ആവും എന്ന് ശ്യാമിന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ശ്യാമ നിൽക്കുവാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും മനോരമയൊക്കെ കൂടി ലാവണ്യൊക്കെ കൂടി മറ്റൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാമേട്ടൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ രാമേട്ടനെ ഇന്നലെ അശ്വിൻ വഴക്ക് പറഞ്ഞ് നല്ല ദേഷ്യപ്പെട്ട് പറയേണ്ട കാര്യമായിരുന്നു ഇന്നലെ ചെയ്തത്, ആ ഒരു ചൂട് ചായ ദേഹത്ത് വീണത്. പക്ഷെ പ്രതീക്ഷിക്കാതെ എല്ലാവരും വിചാരിച്ചു രാമേട്ടനെ വഴക്ക് പറയുന്നത്, പക്ഷെ പ്രതീക്ഷിക്കാതെയായിരുന്നു അശ്വിൻ്റെ ആ ഒരു പെരുമാറ്റം, അശ്വിന്റെ ആ ഒരു മുഖത്ത് നിന്ന് മാറ്റം. കുഴപ്പമില്ല രാമേട്ട എന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് നിസ്സാരമായി വിട്ടത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിന്റെ പേരിൽ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ മനോരമ പറഞ്ഞത് ഇത് ലാവണ്യ വന്നതിന്റെ ഗുണമാണെന്നും ലാവണ്യ വന്നതിന് ശേഷം അശ്വിനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അശ്വിന്റെ പെരുമാറ്റവും സ്വഭാവവും എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് അവിടെ ലാവണ്യയോട് മനോരമ പറയുവാണ്. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ അഞ്ജലിയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ മുത്തശ്ശിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത്, എനിക്ക് അങ്ങനെ വിശ്വാസം തോന്നുന്നില്ല. കാരണം അശ്വിനിൽ വന്ന മാറ്റം ലാവണ്യ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ലാവണ്യ വന്നതുകൊണ്ടാണ് അശ്വിൻ മാറിയത് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവണ്യ മാറാൻ കാരണം ആരാണ്? ശ്രുതിയാണ്. ശ്രുതി വന്നതിന് ശേഷമാണ് ലാവണ്യയിൽ മാറ്റം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ലാവണ്യക്ക് ഈ മാറ്റം കൊടുക്കാൻ, അല്ലെങ്കിൽ ലാവണ്യക്ക് ഈ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല
ലാവണ്യയുടെ സ്വഭാവം മാറിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ മാറിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അശ്വിനെ ഇപ്പോഴും ലാവണ്യ ഇപ്പോഴും ആ ഒരു ലാവണ്യയുടെ സ്വഭാവങ്ങളെ മാറിയിട്ടുള്ളൂ. അല്ലാതെ അശ്വിനെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ അശ്വിന് കല്യാണത്തിനോട് താല്പര്യമുണ്ട് എന്ന് ലാവണ്യ ഇതുവരെയും പറയിപ്പിച്ചിട്ടില്ല. ലാവണ്യയെ കല്യാണം കഴിക്കാനായിട്ട് അശ്വിന് താല്പര്യമാണെന്നും വിവാഹം നടത്താമെന്നും അശ്വിൻ പറഞ്ഞാൽ മാത്രമേ ഈ വീടിന്റെ മരുമകളായിട്ട് ഞാൻ ലാവണ്യ അംഗീകരിക്കത്തുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും വഴി ലാവണ്യെ കണ്ടുപിടിക്കാൻ നോക്ക് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പോൾ ലാവണ്യക്ക് ദേഷ്യം വന്നു. ലാവണ്യ എണീറ്റ് പോവാണ്. പക്ഷേ എല്ലാവരും മുത്തശ്ശിയെ കുറ്റം പറഞ്ഞു എങ്കിലും അഞ്ജലിക്കും സങ്കടമായി. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ലാവണ്യയുടെ ഈ ഒരു മാറ്റം വെറുതെ ആയി പോകുന്നു എന്നൊരു ഫീലും കൂടി ഉണ്ട്. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുവാണ്. എന്തായാലും അശ്വിൻ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം തന്റെ പോകാനായിട്ട് ധൃതി പിടിച്ച് നിൽക്കുമ്പോൾ തന്റെ കോട്ട് കാണാനില്ല. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് നടക്കുമ്പോഴാണ് ലാവണ്യ ആ കോട്ടൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ തേച്ച് വെച്ചതാണ്, എന്താ അശ്വിൻ ചേട്ടൻ ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ കൊടുക്കുന്നുണ്ട്. പക്ഷെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിന്നോട് ആരെങ്കിലും ഇതെടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു? നീ എന്റെ ഭാര്യയാണോ എന്റെ കാര്യങ്ങൾ തന്നെ പിറകെ നടക്കാനായിട്ട്? ഇതൊക്കെ നീ നിന്റെ വിവാഹം നടത്തും അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കത്തില്ല, ഫ്രണ്ടായിട്ട് മാത്രമേ കാണത്തുള്ളൂ എന്ന് അശ്വിന്റെ ഉറച്ച തീരുമാനം കേട്ടപ്പോൾ തന്നെ ലാവണ്യക്ക് ദേഷ്യം വന്ന് ലാവണ്യ സങ്കടത്തോടെ ഇറങ്ങി പോവാണ്. അങ്ങനെ വീണ്ടും അശ്വിൻ ലാവണ്യയോടും ദേഷ്യപ്പെട്ടു. തിരിച്ച് ഇറങ്ങി വന്ന സമയത്ത് തന്റെ ഫയലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ് രാമേട്ടനെ കൊണ്ട് കൊടുക്കുമ്പോൾ രാമേട്ടനോടും വഴക്ക് പറഞ്ഞിട്ട് അശ്വിൻ പോവാനായിട്ട് തുടങ്ങുവാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടത്. കാരണം അത് നമ്മളെ ശ്രുതിയായിരുന്നു. അപ്പൊ ശ്രുതി അശ്വിനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ തന്റെ ആ ഒരു പുഞ്ചിരി, ശ്രുതി നല്ലപോലെ ചിരിച്ച് മുഖത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അശ്വിൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ച് മുഖമൊക്കെ നല്ലപോലെ വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി, ഓ ഇന്നും എന്റെ ചിരി വെറുതെ ആയിപ്പോയി, ഇത് ഇപ്പോഴും ചങ്കരൻ തെങ്ങി തന്നെ, ഈ അശ്വിനിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് ശ്രുതി കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് അവിടെ മാറി നിൽക്കുവാണ്. ഈ സമയത്ത് ശ്രുതി പോയോ എന്നിങ്ങനെ എത്തി നോക്കിയിട്ട് അശ്വിൻ നേരെ നടന്ന് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും മൈൻഡ് ചെയ്യാതെ നേരെ അങ്ങ് പോകുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ തിരിയുകയും അശ്വിന്റെയും ശ്രുതിയുടെയും രണ്ടുപേരും കൂട്ടിമുട്ടുകയും അങ്ങനെ അശ്വിന്റെ കയ്യിലുള്ള ആ ഒരു ഫയലെല്ലാം തറയെ വീഴുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര പേടിയായി. കാരണം ഇനി അശ്വിൻ ഇതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന സമയത്താണ് അശ്വിന്റെ മുഖം വീർപ്പിച്ചിരുന്നിട്ട് പെട്ടെന്ന് അശ്വിന്റെ മുഖത്ത് ചിരി വന്നു. കാരണം അത് അത്ഭുതം തോന്നി. അശ്വിൻ ഇങ്ങനെയൊന്നും ചിരിക്കാത്തതാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും മാറ്റം കാണാത്തതാണല്ലോ, പിന്നെ എന്തു പറ്റി? അങ്ങനെ അശ്വിൻ ചിരിച്ചു. എന്നിട്ട് പതുക്കെ ആ ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് കുനിയുന്ന സമയത്ത് വീണ്ടും അശ്വിന്റെയും ശ്രുതിയുടെയും തലകൾ കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ വേദനിച്ച് നിന്നിട്ടും അശ്വിൻ ദേഷ്യപ്പെടാതെ വീണ്ടും ചിരിച്ചുകൊണ്ടാണ് നിന്നത്. അങ്ങനെ ഫയലൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും അശ്വിൻ ശ്രുതിയോട് സോറി പറയുന്നുണ്ട്. ഐ ആം റിയലി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴേ ശ്രുതിക്ക് വീണ്ടും അത്ഭുതം, വീണ്ടും എന്നോട് സോറി പറഞ്ഞോ? അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാവണ്യ വരികയും ശ്രുതിയോട് പറയുന്നുണ്ട്, ഇന്നും അശ്വിൻ എന്നോട് ദേഷ്യപ്പെട്ടു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നടത്താം, അതൊന്നും കുഴപ്പമില്ല മാഡം, ഇതൊക്കെ സെറ്റാക്കാം എന്ന് പറഞ്ഞ് ലാവണ്യയെ കൊണ്ട് നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ ഉടുപ്പിച്ച് ഒരുക്കിയതിന് ശേഷം സീമന്തരേഖയിൽ കുങ്കുമം കുറച്ച് തൊട്ട് നിന്നാൽ മതി. എന്നിട്ട് അശ്വിൻ ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുമെങ്കിലും മാഡം എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാതെ മിണ്ടാതെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ ഒരുക്കിയതിന് ശേഷം ശ്രുതി പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ശ്രുതി ഈ ഒരു മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തോ ഒരു സംഭവം കണ്ട് ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി നിൽക്കുവാണ്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് അശ്വിനിൽ വന്നത്. അതിൽ ശ്രുതിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.